അന്ന് രാത്രിയിൽ എനിക്ക് തോന്നി അമ്മയുടെ അടുത്ത് പോയിരിക്കണം തോന്നി. ഞാൻ രാത്രിയിൽ എൻ്റെ അമ്മയുടെ അടുക്കൽ പോയിരുന്നു. അമ്മ നല്ല ഉറക്കമാണ്. അമ്മയുടെ കൈ ഞാനെടുത്ത് എൻ്റെ മടിയിൽ വെച്ചു. ഒത്തിരി കാര്യം ഞാൻ ഓർത്തു. എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എന്നെ വളർത്തിയ എൻ്റെ അമ്മ. എൻ്റെ അമ്മയുടെ കൈയെല്ലാം ആ തൊലിയെല്ലാം ചൊളിഞ്ഞിരുന്നു. അതുപോലെ തന്നെ തലമുടിയെല്ലാം നരച്ചിരുന്നു. ഞാൻ അനവധി കാര്യങ്ങൾ. അമ്മ ഞെട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനിരിക്കും. എന്നോട് ചോദിച്ചു, മോനെ നീ എന്തിനാണ് ഇട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അമ്മ ചുമ്മാ ഇരുന്നേ ഉള്ളൂ, പോയി കിടന്നുറങ്ങാനായിട്ട് എന്നെ അമ്മയോട് പറഞ്ഞു. എനിക്കറിയാം എൻ്റെ അമ്മയ്ക്ക് ഇനി അധികം നാളുകളില്ല എന്ന് എനിക്ക് തോന്നി. എൻ്റെ അമ്മയുടെ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു വേദനയില്ലാതെ മരിക്കണം. അങ്ങനെ തന്നെ അമ്മയ്ക്ക് മരിക്കാൻ ഭാഗ്യം കൊടുത്തു. അമ്മയ്ക്ക് രാവിലെ അമ്മ എഴുന്നേറ്റു. പതിവായിട്ട് എൻ്റെ വൈഫ് ഒരു ഗ്ലാസ് പാല് കൊടുത്തു. അല്പസമയം കഴിഞ്ഞ് കുറച്ച് കഞ്ഞി കൊടുത്തു. അത് അമ്മയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. അത് കഴിഞ്ഞു. അന്ന് സഹായത്തിന് അമ്മ വന്നിരുന്നില്ല. ഒരു 12:45 എൻ്റെ ഭാര്യയ്ക്ക് തോന്നി അമ്മയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം ഒന്ന് കാണാമെന്ന് ഓടിച്ചെന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ കട്ടിലയിൽ ഇരിക്കുകയാണ്. അമ്മ പറഞ്ഞു, മോളെ എനിക്കൊരു ഗ്ലാസ് ജീരവെള്ളം വേണം. എൻ്റെ ഭാര്യ ഓടിച്ചെന്ന് ഒരു ഗ്ലാസ് ജീരവെള്ളം കൊടുത്തു. അതിനുശേഷം യോഗം തീരാത്തതുകൊണ്ട് എൻ്റെ ഭാര്യ യോഗ സ്ഥലത്തേക്ക് വന്നു. പക്ഷെ അമ്മ മയങ്ങി. ആ മയക്കത്തിൽ അമ്മ മരിക്കുകയാണ്. അന്ന് രാത്രിയിൽ എനിക്ക് കോഴഞ്ചേരി പ്രസംഗിക്കണം. അത് ആ യോഗത്തിൻ്റെ അവസാന ദിവസമാണ്. അന്ന് പാസ്റ്റർ ബി മോനച്ചന് ഇടയാറങ്ങളെ സൂക്ഷിക്കുന്ന കാലമാണ്. വേറൊരു മോനച്ചൻ പാസ്സാണെന്ന് കോഴഞ്ചേരി IPCയിലെ പാസ്റ്റർ. അവർ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അവിടെ വന്നു. ഞാൻ ചെല്ലിയായിരുന്നു അവർ ധരിച്ചു. പക്ഷേ ഞാൻ എൻ്റെ അമ്മയുടെ ഡെഡ് ബോഡി തിരുവല്ല മെഡിക്കൽ മിഷൻ്റെ മോർച്ചറിയിൽ വെച്ചിട്ട് അവിടെ പോയി. അന്ന് 2 മണിക്കൂർ ഞാൻ അവിടെ പ്രസംഗിച്ചു. അപ്പം ജീവിതത്തിൻ്റെ സുഖവേളകളിലും ജീവിതത്തിൻ്റെ ദുഃഖവേളകളിലും യേശുവിനെ കുറിച്ച് പറയാനാണ് ദൈവം വിളിച്ചത്. ഇവിടെ കുറെ വലിയവരാകുക, ഇവിടെ കുറെ പണം സമ്പാദിക്കുക, ഇവിടെ വലിയ ഉന്നതന്മാരാകുക, അതൊക്കെ എത്രയും ചെറിയ കാര്യമാണ്. ഒരു 100 വർഷത്തെ ജീവിതത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ പരക്കം പാച്ചിലുകൾ, ഇവിടെയുള്ള അവന്റെ ഉയർച്ചകൾ, ഇവിടെയുള്ള അവന്റെ നേട്ടങ്ങൾ എത്രയോ ചെറുതാണ്. കോടാനുകോടി യുഗം ജീവിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. 100 വർഷം കഴിഞ്ഞ് അവൻ ജീവിക്കണം, 1000 വർഷം കഴിഞ്ഞ് ജീവിക്കണം, 10,000 വർഷം കഴിഞ്ഞ് ജീവിക്കണം. ഇവിടുത്തെ പണം, ഇവിടുത്തെ പൊസിഷൻ, ഇവിടുത്തെ സ്ഥാനങ്ങളെല്ലാം മരണം വരെയുള്ളൂ. ആ നിത്യത ഞാൻ ആരായിരിക്കണം എന്ന് നിർണയിക്കപ്പെടുന്ന ഇവിടെ നമ്മൾ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുമ്പോഴാണ്. ഈ ദൈവം നമുക്ക് നൽകിയ ആരോഗ്യം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പണം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജ്ഞാനമല്ല എന്തിനു വേണ്ടിയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവയൊക്കെ നാളെ നമ്മളെ ദുഃഖിപ്പിക്കും. കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചാൽ ഒരിക്കലും ദുഃഖം വരികയില്ല. ഒരിക്കലും ഒരു മനുഷ്യന്, ഒരു കോടീശ്വരനായ മനുഷ്യന് ഗവൺമെന്റ് മിച്ചഭൂമി ഉണ്ടായിരുന്നത് കൊണ്ട് ഗവൺമെന്റ് സ്ഥലം കൊണ്ടുപോയ അത്രമാത്രം സ്ഥലമുള്ള ഒരു മനുഷ്യന് ഒരിക്കൽ ഒരു രാവിലെ എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഞാൻ മരിക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി പാസ്റ്റർ ഒന്ന് കാണുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാണ് അങ്ങനെ മരിക്കുന്നത്? അദ്ദേഹം രാവിലെ അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞ ഒരു വാക്ക് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഗൾഫിൽ നല്ല ജോലി ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് വേണ്ടി ആ ജോലി വിട്ട് അദ്ദേഹം മടങ്ങുന്ന അമ്മ പറഞ്ഞു, മോനെ നീ എന്തിനാണ് ഇവിടെ കിടന്ന് ജോലി ചെയ്യുന്നത്? ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇത് ആർക്ക് വേണ്ടിയാണ്? ഇത് ഗവൺമെന്റ് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി ആ സഹോദരനെ ജോലി വിട്ട് അവിടെ കടന്നു വന്നു. ഇഷ്ടംപോലെ സ്വത്തുകൾ ഉണ്ട്. പക്ഷെ അമ്മ ഒരു കാര്യം ചോദിച്ചു, എടാ നിന്റെ വല്യപ്പച്ചൻ കണ്ടതല്ലാതെ എന്തുവാണ് നീ ഉണ്ടാക്കിയത്? അത് ആ മനുഷ്യന് വലിയ ഷോക്കായിപ്പോയി. അയാൾ ഇനി എന്തിനാ ജീവിക്കുന്നു? അപ്പോൾ അപ്പന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മറ്റ് പല രാഷ്ട്രീയക്കാർക്ക് വേണ്ടി, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി, പല പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, പല വ്യക്തികൾക്ക് വേണ്ടി ജീവിതത്തിന്റെ സമയങ്ങൾ മുഴുവൻ കളഞ്ഞ്, പണം കളഞ്ഞ്, ആരോഗ്യം കളഞ്ഞവരൊക്കെ നിരാശപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ദീർഘവർഷങ്ങൾ പ്രവർത്തിച്ചതായിട്ടുള്ള KR ഗേഹിയമ്മയും അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ളവർക്ക് അവസാനം എത്താൻ പറ്റി. അവർ ആ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോയി. ഇവിടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാനമന്ത്രിയായി തീരേണ്ട ആളല്ലേ മാവേലിക്കരയിൽ നിന്നുണ്ടായ സ്റ്റീഫനൊക്കെ. അദ്ദേഹത്തിൻ്റെയൊക്കെ പൊസിഷൻ. നരസിംഹറാവു ഇവിടെ കോൺഗ്രസ്സുകാരുടെ പ്രസിഡന്റും പിന്നെ ഇന്ത്യയുടെ 1-2 പ്രാവശ്യം പ്രൈം മിനിസ്റ്ററുമായിരുന്നു. അവസാനം അദ്ദേഹത്തിന് പഞ്ചായത്തിലൊരു ഒരു 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 വാർഡനായിട്ട് പോലും നിൽക്കാനുള്ള ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ ലോകത്തിൽ നമ്മൾ ഇവിടെ മൈക്കൽ ജാക്സൺ, ഇവിടെ പോപ്പ് സംഗീതജ്ഞനായിരുന്നു.
എന്നിട്ട് അദ്ദേഹം വിശന്ന വയറുമായിട്ടല്ലേ മരിച്ചത്, എന്താ പൈസ ഇല്ല എന്നിട്ടാണ്. അപ്പൊ അങ്ങനെ ഇവിടെ 2 പ്രാവശ്യം ഭരണം നടത്തിയ ആളല്ലേ റീഗൻ. ഹോളിവുഡ് ഫിലിം സ്റ്റാറിലായിരുന്നു അദ്ദേഹം. അതൊക്കെ എത്രയോ വലിയ കാര്യമാണില്ലേ. പക്ഷേ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തെക്കുറിച്ച് അറിയാമായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ച് അറിയാമായിരുന്നു, തനിക്കറിയാമായിരുന്നു താൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. തനിക്കറിയത്തില്ലായിരുന്നു, ഓർമ്മകൾ മുഴുവൻ പോയി. അപ്പൊ ഈ ചുരുങ്ങിയ കാലയളവിൽ വലിയ മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നതൊക്കെ എത്രയോ ചെറിയ ചിന്താഗതിക്കാരാണെന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഓടുമ്പോഴും അത് വലുതായിട്ട് കാണുമ്പോഴും ഒക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മനുഷ്യന് വിവരമില്ലല്ലോ എന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇവിടെ എന്തെങ്കിലും നമുക്ക് തൃപ്തി വരുന്നെങ്കിൽ അത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം മാത്രമേ, ബാക്കിയില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയേ, അമേരിക്കയുടെ മണ്ണിലേക്ക് കുടിയേറി പാർത്തു, ജീവിതത്തിന്റെ കക്ഷത മാറും, കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെല്ലാം മാറും എന്നൊക്കെ ഉദ്ദേശിച്ചാണ് ഇവിടെ വന്നത്. അങ്ങനെ പല കാര്യങ്ങൾ നടന്നു. നാട്ടിലില്ലാത്ത പല കാര്യങ്ങളും ഇവിടെ ഉണ്ടായി. നാട്ടിലില്ലാത്ത ടൈപ്പ് വീടുകൾ, നാട്ടിലില്ലാത്ത ടൈപ്പ് കാറുകൾ, കുഞ്ഞുങ്ങളുടെ ഭാവി ഇതെല്ലാമാണ്. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരു സന്തോഷമുണ്ടോ, ഒരു തൃപ്തിയുണ്ടോ? ഒരു കൃത്രിമമായ ശരിയല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊരു പരാജയമായിരുന്നു എന്നുള്ള തോന്നലല്ലേ സത്യത്തിൽ? ആത്മാർത്ഥമായി ഒറ്റയ്ക്കിരുന്നാൽ പറയുവാനായി കഴിയും. എന്ത് നേടി? എന്നാൽ നിങ്ങൾ എന്നോട് ചോദിക്കൂ, 36 വർഷമായി ഞാൻ കർത്താവിൻ്റെ ഒരു ദാസനാണ്. എൻ്റെ ജീവിതം സംതൃപ്തമാണ്, ആനന്ദമാണ്. നിരാശ അല്പം പോലുമില്ല, ദുഃഖം അല്പം പോലുമില്ല, അബദ്ധം പറ്റിയെന്ന് തോന്നിയിട്ടില്ല. കിടന്നാൽ ഉടൻ നല്ല ഉറക്കം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയമില്ല, ഭയങ്കര തൃപ്തിയാണ് ജീവിതത്തിൽ. അതിന് കാരണം എന്താണെന്നറിയാമോ? ഈ 36 വർഷമായി യേശുവിനെ സ്നേഹിക്കാനും യേശുവിനെ സേവിക്കാനും യേശുവിനെ സാക്ഷ്യം വഹിപ്പാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാനൊരു മനുഷ്യന് വേണ്ടിയായിരുന്നെങ്കിൽ, ഞാനൊരു സംഘടനയ്ക്ക് വേണ്ടിയായിരുന്നെങ്കിൽ, ഞാൻ സമൂഹത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ, ഞാൻ മറ്റാർക്കെങ്കിലും വേണ്ടിയായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തു പോയത്. യേശുവിന് വേണ്ടി പ്രവർത്തിക്കപ്പെട്ടു. ഈ ഇന്റർനെറ്റിന്റെ സാധ്യതകള് ഇവിടെ പ്രിയപ്പെട്ടവർ പറയുണ്ടായല്ലോ, പ്രിയപ്പെട്ടവർ എനിക്ക് മുൻപായിട്ട് പറഞ്ഞവരെല്ലാം ഇവിടെ ഓർപ്പിക്കുണ്ടായല്ലോ. ഏകദേശം 66,044 പേര് ഈ കഴിഞ്ഞ ദിവസം വരെ ഈ വെബ്സൈറ്റ്, ഒലിവുകാടിന്റെ വെബ്സൈറ്റിൽ കയറുന്നു. അത് വലിയ കാര്യമല്ലേ? ഇപ്പം ബ്രദർ ജോയ് തുമ്മൻ ഇവിടെ ഓർപ്പിച്ചതുപോലെ ഇവിടെ ഈ പ്രസംഗം അല്ലെങ്കിൽ ഈ സാക്ഷ്യം എത്ര ജനങ്ങളായിരിക്കും നാളെ കേൾക്കുന്നത്? നമുക്ക് we can't imagine. It is beyond our imagination, beyond our calculation. അത്ര അനന്ത സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ ഇതിനൊക്കെ ഉപയോഗിക്കണം. ഈ പ്രിയപ്പെട്ടവർക്ക് ദൈവം ആ കൃപ കൊടുത്തല്ലോ. ഈ മിനിസ്റ്ററി ചെയ്യുമ്പോൾ 36 വർഷത്തെ ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ 36 വർഷം കൊണ്ട് അനവധി കാര്യങ്ങൾ കർത്താവിൻ്റെ വേലയിൽ കണ്ടു എന്ന അനുഭവത്തിൽ പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കട്ടെ. ഈ വേല ചെയ്യുമ്പോൾ ശക്തമായ ഒരു എതിർപ്പ് പിശാചിന്റെ ഭാഗത്തു നിന്നാണ്. അത് നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലുള്ള പിശാചിന്റെ കഥകളല്ല. നാട്ടിലെ പിശാച് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ കാലൻ, മാടൻ, കാട് ഓരോ പേരുകളൊക്കെയാണ്. അന്ന് ഇവിടുത്തെ സാഹിത്യം അറിയത്തില്ല. നമ്മുടെ ചിന്ത പിശാച് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഒരു ഭാവന ഞാൻ പറയാം. പിശാച് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഒരു മുല്ലപ്പൂവിന്റെ മണം, സുന്ദരിയായ സ്ത്രീ നടന്നു വരുന്നു. നോക്കിയപ്പോൾ ഭയങ്കര തലമുടി, നിലത്ത് മുട്ടിയിട്ടില്ല. അടുത്ത് വന്നപ്പോഴത്തേക്ക് പല്ലങ്ങോട്ട് നീണ്ടു. തലമുടി കുത്തി പിടിച്ച് ഒരു കരിമ്പനയുടെ മുകളിൽ കൊണ്ടുപോയി ഇരുത്തി. എന്നിട്ട് ചപ്പി വാരിയിലൊക്കെ കിണി എന്ന് പറഞ്ഞ് താഴോട്ട്. ഇങ്ങനെയുള്ള പിശാചിന്റെ കഥകളാണ് നമ്മൾ നാട്ടിൽ കേട്ടിട്ടുള്ളത്. അങ്ങനല്ല, പിശാച് തന്ത്രശാലിയാണ്.